ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇംറാനാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അല്ലാഹു തആല വളരെ നല്ല നിലയിൽ ഇത് മനസ്സിലാക്കാനും പരിപൂർണമായി ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ശരിക്കും പരിശുദ്ധ ഖുർആനിലെ 7 വലിയ നീളം കൂടിയ സൂറത്തുകൾപ്പെട്ടതാണ് ആൽ ഇംറാൻ അല്ലേ. അൽ ബഖറ, ആൽ ഇംറാൻ, അൻആം, മാഇദ, നിസാ, അങ്ങനെ കൊണ്ട് പോകും. ശരിക്കും ഈ 7 സൂറത്തുകൾ എന്താണ്? തൗറാത്ത് വലിയ എന്തായിരുന്നു? വലിയ തൗറാത്ത്. പിന്നെ കുറേ തൗറാത്തിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി ഇസ്ലാം അല്ല വഴിയിൽ വന്നിട്ട് പിന്നെ പശുവിനെ ആരാധിച്ച ആ ദേശത്തിന് മൂസാ നബി ഇസ്ലാം ഫലകങ്ങൾ പുറത്തിട്ടു. അപ്പോൾ എന്ത് ചെയ്തു? അതിൽ കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ തൗറാത്തിൻ്റെ മൊത്തം സത്തകൾ, മുൻകാല ഗ്രന്ഥത്തിൻ്റെ മൊത്തം ആശയങ്ങൾ, തിയറികൾ, മൊത്തം സത്തകൾ ഏതിലുണ്ട്? ഈ 7 സൂറത്തിലുണ്ട്. അതിനെ ധാരാളം മതി എന്നാണ്. അപ്പം അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു ആൽ ഇംറാൻ. നോക്കാം, ഇത് പിന്നെ എത്ര ആയത്താണ്? 200 ആയത്തല്ലേ? 200 ആയത്താണ്. മദനിയ സൂറത്താണ്. ഞാൻ പറഞ്ഞ മദനിയ സൂറത്താണ്. അതായത് ഹിജ്റന്റെ ശേഷം ഇറങ്ങിയ സൂറത്താണ്. മാത്രമല്ല പിന്നെ ഇത് ഫുള്ള് മദനി തന്നെ ഉള്ളൂ. മുഴുവൻ മദനിയായിട്ട് തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ചില സൂറത്ത് അൽ ബഖറിലൊക്കെ ചെറുത് അവിടെ ഉണ്ട്, മക്കിയുണ്ട്, അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇത് ഫുള്ള് എന്താണ്? മദനിയാണ്. ഞാൻ തുടങ്ങാം. അലിഫ് ലാം മീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ കുറേ സൂറത്തുകൾ ഇങ്ങനെയുണ്ട്. അലിഫ് ലാം മീം അല്ലേ. അതുപോലെ തോഹുണ്ട്, കാഫായ, ഐൻ സീൻ ഉണ്ട്, പിന്നെ നൂനുണ്ട്, ഖോഫുണ്ട്. ശരിക്കും ഈ നമ്മൾ 7-ാമത്തെ ആയത്തിൽ തന്നെ ഈ ആയത്തിൻ്റെ അലിഫ് ലാം മീമിൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട്. ഖുർആനിൽ 2 ഐറ്റംസ് 2 രീതിയിലുള്ള ആയത്തുകളുണ്ട് എന്നാ. അതിൽ അലിഫ് ലാം മീം പോലത്തെ ഒരു ആയത്ത്, ഒരു ശൈലിയാണ്. അതേസമയത്ത് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിലുള്ള ആയത്തുണ്ട്. എന്തിനാണ് ഇങ്ങനെ 2 രീതിയിലുള്ള ആയത്തുകൾ ഇറക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ നാളത്തെ ക്ലാസ്സിലോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഏതെല്ലാം ആ വിഷയം വരുന്നുണ്ട്. ഞാൻ അപ്പോൾ വിശദീകരിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അലിഫ് ലാം മീം എന്നതിന് പണ്ഡിതന്മാർ 2 നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് കുറേ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? അലിഫ് ലാം മീം എന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്? വല്ലാഹു അഅലം ബി മുറാദിഹി എന്ന് പറഞ്ഞിരിക്കുക. അതൊരു സൂക്ഷ്മതയുടെ വശമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ പൂർണ്ണമായ ഉദ്ദേശം ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയുള്ളൂ എന്ന്. എന്നാൽ അതിന് അർത്ഥം പറഞ്ഞവരുണ്ട്. അപ്പോ ഈ അലിഫ് ലാം മീമിന് അർത്ഥമുണ്ടോ? അതാണ് ചർച്ച. അത് ആ ആയത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. എന്നാലും അർത്ഥം പറഞ്ഞവരുണ്ട്. അപ്പം അലിഫ് എന്നതിൻ്റെ അർത്ഥവും അള്ളാഹു എന്നതിലേക്കുള്ള ഇഷാറത്താണ്. ലാം എന്നത് അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്ന ദയയുടെ, നമ്മൾ പറഞ്ഞു അള്ളാഹു ലത്തീഫാണ്. ലത്തീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായ അർത്ഥമാണ്. നമ്മളൊരു ക്ലാസ് അതിനു വേണ്ടി മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? ചിലവാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടൊരു സംഗതിയാണ് എന്ത്? ലത്തീഫ്. ആ ലത്തീഫിലേക്ക് എന്താണ്? ഇഷാറത്താണ്. മീം അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് മജീദ്. മജീദ് പറഞ്ഞാൽ എന്താ? അള്ളാഹു തആല മഹത്വം നിറഞ്ഞവൻ എന്നുള്ളതാണ്, ബഹുമാൻ എന്നുള്ളതാണ്. അതും വളരെ അർത്ഥമാണ്. അപ്പം അതിലേക്ക് അള്ളാഹു ലത്തീഫ്, മജീദ്, ഈ 3 നാമങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ഇഷാറത്താണ് അലിഫ് ലാം മീം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ശരിക്കും ഖുർആൻ മുഴുവൻ ശരിക്കും എന്താണ്? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം അങ്ങനെ പറയാൻ കാരണം ആയിഷാബിയോട് റസൂലുള്ളാഹിന്റെ സ്വഭാവം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ്?
നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. ഖുർആൻ എന്താണ്? റസൂൽ അള്ളാഹുവിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ അങ്ങനെ വിടുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇനി കൂടുതൽ എന്തുകൊണ്ടാണ് അലിഫ് ലാം മീം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കാരണം അത് അടുത്ത ക്ലാസ്സിൽ വരും. അള്ളാഹു ആകുന്നത് ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയല്ല. ശരിയാണോ? നിങ്ങളാണെങ്കിൽ ആണെന്ന് അറിയും, അല്ലെങ്കിൽ എല്ലാം അറിയും. ലാ ഇലാഹ ഇല്ലാ ഹുവ അല്ലെങ്കിൽ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നാ പറഞ്ഞു. കാരണം അള്ളാഹു അല്ലാതെ ഒരുപാട് ഇലാഹുകൾ ഉണ്ട്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവ, അതല്ലാത്ത കുറെ ഇലാഹ് ഉണ്ടെന്ന് ആരെന്നെ പറയുന്നുണ്ട്? പടച്ചോൻ തന്നെ പറയുന്നു. സ്വന്തം ഇഷ്ടത്തിനെ ഇലാഹാക്കുന്ന കുറെ ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ലാ ഇലാഹ ഇല്ലന്നതിന്റെ അർത്ഥം എന്താ? ആരാധനക്കർഹനായ ഇലാഹ് ആരല്ലാതെ ഇല്ല, അള്ളാഹു അല്ലാതെ ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എന്തേ ഉള്ളൂ? അതിന്റെ അർത്ഥം പരിപൂർണനാവും. ഈ ആയത്ത് ഡയറക്റ്റ് അള്ളാഹു താല ഇവിടെ പിന്നെ ഉസ്താദ് ചോദിച്ച പോലെ, അതായത് അള്ളാഹുവിനെ കുറിച്ച് ആകാശം ഭൂമിയൊക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹുവിനെ കുറിച്ച് പറയാ. അതിന്റെ പരമാധികാരിയാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഡയറക്റ്റ് അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് പറയണം. അപ്പൊ എന്തുകൊണ്ടാണ്? ഈ വന്ന സമൂഹത്തിനോട് അവര് ഈസാ നബിയാണ് ദൈവം എന്ന് എന്ത് ചെയ്തു? ആരോട് പറഞ്ഞു? റസൂലാണ് പറഞ്ഞു. അപ്പൊ അതിന് ഡയറക്റ്റ് എന്ത് ചെയ്യാണ്? മറുപടി ആര് കൊടുക്കാണ്? ഖുർആൻ കൊടുക്കാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ എന്തില്ല, ഒരു ഇലാഹും ഇല്ല. എങ്ങനത്തെ ഇലാഹില്ല? ആരാധനക്ക് അർഹനായ ഇലാഹ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. അതേസമയത്ത് കുറെ ഇലാഹുകളുണ്ട് അല്ലെ? ദേഹത്തെ ഇലാഹാക്കുന്നവരുണ്ട്, സമ്പത്തിനെ ഇലാഹാക്കുന്നവരുണ്ട്, അധികാരത്തിനെ ഇലാഹാക്കുന്നവരുണ്ട് അല്ലെ, സ്ഥാനമാനങ്ങളെ ഇലാഹാക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരെയാണ്. പക്ഷെ അതിനൊന്നുമില്ല, അതിനൊന്നും ആരാധിക്കണമെന്നില്ല, പ്രസക്തി ഇല്ല. ദീനിൽ പ്രസക്തി ഏതിൽ മാത്രമേ ഉള്ളൂ? അള്ളാഹു എന്ന ഇലാഹിയത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ഹൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ആരാണ്? അൽ ഹയ്യു അൽ ഖയ്യൂം. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയ്യറിന് എന്താ? ഹയാത്ത് പറയല്ലോ. ഹയ്യറിന് എന്താ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എന്നെന്നും ഒരേ രീതിയിൽ ജീവിച്ചിരിക്കുന്നവനാണ്. ഇവിടെ കുറെ ഹയ്യങ്ങളുണ്ട് അല്ലേ? നമ്മളൊക്കെ ഇപ്പൊ ശരിക്കും എന്താണ്? ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ എന്നും ഒരേ രീതിയിലല്ല. പക്ഷെ ഫുള്ള് ഹയ്യെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ചിലപ്പോ നാളെ നേരം വെളുത്താല് ആചാരുണ്ടോ വെച്ചാൽ ആചാര്ന്ന് എന്തില്ല, ഹയാത്തില് ഇല്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മൂപ്പര് കുറെ കാലമൊക്കെ പുറത്തിറങ്ങി നടന്നിരുന്ന് ഇപ്പൊ പെരീയത്തിനാണ് എന്തില്ല, ആൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം എന്താണ്? ഫനാഹ് വരുന്നത്, ഓരോരോ നാശങ്ങൾ വരികയാണ്. അപ്പോ യഥാർത്ഥ ഹയ്യന് എന്താവില്ല? ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. കാലത്തിന്റെ വ്യതിചലനങ്ങൾക്ക് എന്താകാൻ പാടില്ല? വിധേയമാകാൻ പാടില്ല. ഇനി കാലങ്ങൾ കുറയാണ്ട് പോയാൽ അവസാനം സംഭവിക്കാൻ പാടില്ല, മരണം സംഭവിക്കാൻ പാടില്ല. ഇങ്ങനൊക്കെ സംഭവിക്കുന്ന ഒരാൾക്ക് ഏത് പറയില്ല? ഹയ്യ് എന്ന് പറയൂല. ഇത് ഇവിടെ ഇപ്പോ ഒരു ചോദ്യം കൂടി ചോദിക്കാം. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു തആല ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നുകൊണ്ട് പിന്നെ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്നത് എന്താ? ഇവിടെ വേറെയും പദങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് ഇവിടെ അള്ളാഹുവിനേക്ക് എന്ത് ചെയ്യാൻ വിശേഷിപ്പിക്കാമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയാൻ കാരണം അള്ളാഹു തആല ഹയ്യാണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ഈസാ നബി അലൈഹി ഇസ്ലാം ഇലാഹാകണമെങ്കിൽ എന്ത് വേണം? ഹയ്യാകണം അല്ലേ? ഖയ്യൂം വേറെ വരുന്നുണ്ട്. ഇന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം ഉണ്ടോ? റസൂലുള്ളാഹിയോട് ചോദിച്ചതാണ്.
ഈസാ നബി ഇസ്ലാം ഇന്നുണ്ടോ? ഇല്ലല്ലോ. മരിച്ചു എന്ന് ആരെന്നെ പറയുന്നുണ്ട്? അവർ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ അള്ളാഹു ആകാം? റസൂലുള്ളാഹിനോട് ചോദിച്ചാണ്. അള്ളാഹു ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ അള്ളാഹു തആല ഹയ്യല്ലേ? അപ്പോൾ പറഞ്ഞു അതേ പറഞ്ഞു. അപ്പൊ ഈസാ നബി ഇസ്ലാം അങ്ങനെ അള്ളാഹു ആകാം? ഈസാ നബി ഇസ്ലാം ഹയ്യാണോ? അപ്പോൾ അവൻ അല്ലാന്നും പറഞ്ഞു. അതിനാണ് ഹയ്യു എന്ന് പറയാൻ കാരണം. അൽ ഖയ്യൂം ഖയ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ള എല്ലാത്തിനെയും പരിപാലിക്കുന്നവനുമാണ് ആര്? അല്ലാഹു. ഖയ്യൂം എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വന്തമായി തന്നെ ഇവിടെ നിലനിൽക്കാൻ കഴിയാത്തവരാണ് ഇപ്പം കുറേ ആൾക്കാർ ദൈവങ്ങളായി നടക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, മറ്റവരെ പരിപാലിക്കാൻ കഴിയുള്ളത് വേറെ വിഷയം. സ്വന്തം കാര്യം തന്നെ എന്താണ് നിലനിൽക്കാൻ കഴിയാത്ത, സ്വയം തന്നെ നിലനിൽപ്പിന് പിന്നെ ശക്തിയില്ലാത്ത പല ആളുകളെയാണ് മനുഷ്യൻ ആരാധിക്കുന്നത് അല്ലേ? അങ്ങനെ കുറേ ആൾ ദൈവങ്ങളുണ്ട്. അവരെന്താ ഉണ്ടാവുക? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അനുയായികളെക്കാൾ വേഗത്തിൽ അവർ മുങ്ങും അല്ലേ? അങ്ങനല്ലേ നാള് മറ്റേ. അപ്പൊ കഴിയുമാകണം എന്ത് ചെയ്യണം? നമ്മൾക്ക് എന്ത് ചെയ്യണം? അയാളെ പരിപാലിക്കാൻ കഴിയണം. ഇപ്പോൾ കുറേ ദൈവങ്ങൾ നമുക്ക് കാണാം, ഉത്സവത്തിലും മറ്റുള്ളതൊക്കെ കാണാം. അത് വിമർശിക്കല്ല, അവരോടുള്ള സഹതാപമാണ്. അതൊക്കെ ഇവര് പരിപാലിക്കാണ് അല്ലേ? അതിനെ ഉന്തിയിട്ടും കൊണ്ടളന്നും സൂക്ഷിച്ചും അല്ലേ പരിപാലിച്ച് സൂക്ഷിച്ച് അതിനെ മോഷ്ടിക്കാതിരിക്കാൻ നോക്കുക അല്ലേ? ചില ദൈവങ്ങളൊക്കെ മോഷ്ടിച്ചാൽ ചിലപ്പോൾ എന്തുണ്ടാവും? ഒരു രാജ്യങ്ങൾ തന്നെ വാങ്ങാൻ പറ്റും. അത്രയും എന്ത് ചെയ്യും? അതുകൊണ്ട് വില കിട്ടും. അപ്പൊ അതിനെ അത്രയും കെയർ ചെയ്യാൻ നോക്കാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാണ്? അങ്ങോട്ട് മനുഷ്യർ റിസ്ക്കാണ്. ഇങ്ങനെ മനുഷ്യർ റിസ്ക്കുള്ള ദൈവങ്ങൾ എന്തിനാ ആവശ്യം? അപ്പൊ നമ്മൾ ആരാധിക്കുന്നു അയാൾ എന്ത് ചെയ്യണം? നമുക്ക് റിസ്ക് ഉണ്ടാവാൻ പാടില്ല, നമ്മളെ പരിപാലിക്കണം. അപ്പോ ഈസാ നബി ഇസ്ലാം ഒരാളെയും പരിപാലിച്ചിട്ടില്ല. ആരെയും പരിപാലിച്ചിട്ടുണ്ടോ? ആരും പരിപാലിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ആരാണ് കയ്യൂമാകുന്നവനെ? ആരാവുള്ളൂ? ഇലാഹുവേ. അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയാൻ കാരണം. സത്യത്തില് ഈ നാമം നമുക്കറിയാം, ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ യാ ഹയ്യു യാ ഖയ്യൂം എന്നാണ്, അള്ളാഹുവിൻ്റെ നാമമാണ്. മാത്രമല്ല നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചില്ലറ നാമല്ല. മറ്റതും മോശം എന്നല്ല പറയണത് കേട്ടോ. പക്ഷെ അതിൽ തന്നെ കുറച്ചും കൂടി ഗൗരവമുള്ള സീരിയസ് ഉള്ള നാമമാണ് യാ ഹയ്യു യാ ഖയ്യൂം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയണ്ടായി, ഇസ്മുൽ ആലമിനെ കുറിച്ച് പറയണ്ടായി. ഇസ്മുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെ ഏറ്റവും മഹത്തമായ നാമം. ചില അത് ഇസ്മുൽ ആലം ഏതാണെന്ന് ശരിക്കും എന്ത് പറഞ്ഞിട്ടില്ല, റസൂൽ അത്ര വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞ സൂചന പറഞ്ഞിട്ടേ ഉള്ളൂ. ഇസ്മുൽ ആലം ഏതാണെന്നാണ്ട് ഇതാണ് അള്ളാഹിനെ ഇപ്പൊ യാ ഖയ്യൂമാണ് ഇസ്മുൽ ആലം എന്ന് റസൂൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ യാ ലത്തീഫാണ് ഇസ്മുൽ ആലം അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ചില ആയത്തുകൾ പറഞ്ഞിട്ട് അതിൽ ഇസ്മുൽ ആലമുണ്ട്, ഇതിൽ ഇസ്മുൽ ആലമുണ്ട്, അതിൽ ഇസ്മുൽ ആലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാരണം? ഇസ്മുൽ ആലം ഏതാന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അള്ളാന്റെ വേറെ നാമം ആരെടുക്കൂല, നമ്മൾ എടുക്കൂല. ദൈവത്തിൽ കതിർന്നമായിരിക്കും. പിന്നെ നമ്മൾ ഏതാണ്ടാക്കുക? ഇസ്മുൽ ആലം മാത്രം ഉപയോഗിക്കുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ ഓരോ നാമത്തിനും ഓരോ എഫക്റ്റ് ഉണ്ട് എന്നാ. നമ്മൾ അള്ളാഹുവിന്റെ ഓരോ നാമം ഉച്ചരിക്കുമ്പോഴും അതിന് നമുക്ക് ഓരോ എഫക്റ്റ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു എഫക്റ്റാണ് യാ ഹയ്യു യാ ഖയ്യൂമിനും കിട്ടുക. പക്ഷെ യാ ഹയ്യു യാ ഖയ്യൂമിന് ചിലപ്പോൾ എന്തുണ്ടാവും? ഇസ്മുൽ ആലം ആണെങ്കിൽ കുറച്ചും കൂടി വേറെ എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ നാമത്തിലൂടെ നമുക്ക് കിട്ടേണ്ട, അസ്മാഉൽ ഹുസ്നയിലൂടെ നമുക്ക് കിട്ടേണ്ട മറ്റു ഗുണങ്ങൾ നമുക്ക് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ? നമ്മൾ ഇസ്മുൽ ആലമിന് മാത്രം കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇസ്മുൽ ആലം ഇന്നതാണ് എന്ന് എന്തിട്ടില്ല, വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇസ്മുൽ ആലമിലേക്ക് സൂചനകൾ തന്നിട്ടുണ്ട്. സൂചന പറഞ്ഞാൽ എന്താ? ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്മുല്ലാഹിൽ ആലം ഫീ സലാസി സൂറിൻ. അള്ളാഹുവിൻ്റെ മഹത്തമായ നാമങ്ങൾ ഇസ്മുൽ ആലം
3 സൂറത്തിലുണ്ട്. ഈ 3 സൂറത്തിൽ നിങ്ങൾക്ക് എന്ത് കാണാം? അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം ഈ 3 സൂറത്തിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ, നിങ്ങൾക്ക് തിരിയുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദമിനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ള റസൂൽ പറയുന്നത്. അത് 3 സൂറത്തിൽ കാണാം. റസൂൽ പറയുന്നത് ഈ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലുണ്ട്. എന്താണ് റസൂൽ പറയുന്നത്? സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്. എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ ആയത്തെ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏത് കിട്ടും? അപ്പൊ അന്നുള്ളവരെന്ത് ചെയ്യും? മനസ്സിലാക്കാൻ പറ്റും. ആ രൂപത്തിൽ വരെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യായും തന്നെയാണ് കൂടുതൽ ചാൻസ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ? ഞാൻ റസൂൽ പറയുന്നത് എന്താ? 3 സൂറത്തിൽ ഇസ്മുൽ ആദം ഉണ്ട് എന്നാണ്. അപ്പൊ ഒന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അത്. പിന്നെ പറയുന്നത് അത് ഏതാ? സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അതേതാ? ആയത്തുൽ കുർസി അല്ലേ? രണ്ടാമത് റസൂൽ പറയുന്നത് വഫി ആലി ഇംറാൻ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആലി ഇംറാനിലും ഉണ്ട്. എന്നിട്ട് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് റസൂൽ ഓതി. പിന്നെ പറയാണ് വഫി തോഹ, തോഹ സൂറത്തിലുമുണ്ട്. എന്നിട്ട് പറയാണ് വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പരാമർശം. എന്താ? എല്ലാ വ്യക്തികളും, വുജൂഹ് എല്ലാ വ്യക്തികളും രാജ എന്ന് ഹയ്യുൽ ഖയ്യൂമിന്, അതായത് അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യും? നിന്ദിതനായി അവിടെ പിന്നെ മുഖങ്ങൾ താഴ്ത്തപ്പെടുന്ന ഒരു ദിവസം എന്ന് പറയും. അന്ന് എല്ലാ മുഖങ്ങളും എന്ത് ചെയ്യും? അവിടെ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യും? കീഴൊതുങ്ങി നിൽക്കും. അള്ളാഹുവിന് മുമ്പിൽ എന്ത് ചെയ്യും? അവര് വിധേയമായി വരും. അതിന്റെ ആ മഹ്ശറയുടെ അവസ്ഥയെക്കുറിച്ച് പറയണം. എല്ലാവരും എന്ത് ചെയ്യും? അന്ന് കീഴ്പ്പെടും. അന്ന് സ്വയം ഇഷ്ടപ്രകാരം വരുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ വലിച്ചുകൊണ്ടിരുന്നവരുണ്ടാവും. ഏതായാലും വരാതിരിക്കൂല. സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതുകൊണ്ട് എല്ലാം വലിച്ചുകൊണ്ടിരുന്നതാവും. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യും? അവിടെ കീഴൊതുങ്ങി നിൽക്കും. എന്നിട്ട് പറയണേ ആർക്ക് കീഴൊതുങ്ങി നിൽക്കും? ലിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂമിന് കീഴൊതുങ്ങി നിൽക്കും. റസൂൽ പറയണ 3 സ്ഥലത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇസ്മുൽ ആദം കാണാം. 1 ആയത്തുൽ കുർസി അൽ ബഖറ, 2 ആലി ഇംറാൻ, 3 സൂറത്തുൽ ത്വഹ. എന്നാൽ ഈ 3 സൂറത്തുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സൂറത്തിൽ സാധ്യതയുള്ള ആയത്തും ആരോധിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്മുൽ ആദം ഇതിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു നാമമാണ് ഏത്? യാ ഹയ്യു ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ എന്ത് പറയും? യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് സൂഫി സരണികൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ മഹാന അജ്മീർ ഖാജയുടെ തസവ്വുഫിന്റെ സൂഫി സരണി ഇവിടെ കാണാം. ചിശ്തി ത്വരീഖത്ത് എന്ന് പറയും. അതിലെ മെയിൻ ദിക്ർ ഏതാണ്? യാ ഹയ്യു യാ ഖയ്യൂം എന്ന്. അതിന്റെ ആത്മീയ സരണി കൊടുത്തുന്ന അവരുടെ ഇബാദത്തുകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അവർ കൊടുക്കുന്ന ഏതാണ്? യാ ഹയ്യു യാ ഖയ്യൂം. ഏറ്റവും ചുരുങ്ങിയത് യാ ഹയ്യു യാ ഖയ്യൂം 11 തൊട്ട് രാവിലെ വൈകുന്നേരം. ചിലർക്ക് ഒന്നും കൂടി അമല് കൂട്ടി ചെയ്യും. യാ ഹയ്യു യാ ഖയ്യൂം 111 തൊട്ടും രാവിലെ വൈകുന്നേരം. ചിലർ ഒന്നും കൂടി പുരോഗമിക്കും. യാ ഹയ്യു യാ ഖയ്യൂം 1111 തൊട്ടും. അപ്പൊ ദിവസവും യാ ഹയ്യു യാ ഖയ്യൂമുമായി നമുക്ക് എന്തുണ്ടാകണം? സഹവാസം ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചെല്ലലുണ്ടാവും. ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദിവസം യാ ഹയ്യു യാ ഖയ്യൂം അള്ളാഹു 1111 തൊട്ടും 2 പ്രാവശ്യം ചെല്ലാനുള്ള ഭാഗ്യമുള്ള ആളാണ്. അള്ളാഹുത്തിനെ സ്വീകരിക്കട്ടെ. ഞാനത് പറയുന്നത് എന്താണ്? നിങ്ങളും ചെല്ലാൻ വേണ്ടിയാണ്. ഇത് അള്ളാഹുവിൻ്റെ നല്ലൊരു നാമമാണ്. കുറച്ച് സ്ഥലത്തും ഈ 3 ഈ യാ ഹയ്യു യാ ഖയ്യൂം 111 തൊട്ടെങ്കിലും ചെല്ലുക, 2 ചെല്ലിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ജീവിതത്തിൽ വലിയൊരു ആത്മീയമായ പുരോഗതി 100 കിട്ടും. അപ്പൊ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അതിനർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നസ്സല അലൈക്കൽ കിതാബ,
നസ്സല നസ്സല അലൈ ഇവിടെ ആലോചിച്ചുകൊണ്ട് ഈ ആയത്തിൽ കാണാം ചിലയിടത്ത് നസ്സല ഖുർആൻ പറയുന്നിടത്തൊക്കെ അധികം ഏതാ പറയുന്നത് നസ്സല പറയുന്നത് അൻസലും പറയുന്നത് ഇന്ന അൻസലിനോ പീനത്തിൽ കതിർ ഇതിൻ്റെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അൻസൽ ഫുർഖാൻ എന്ന് പറയുന്നുണ്ട്. എന്നാ വേറെ ഗ്രന്ഥങ്ങൾ പറയുന്നിടത്തൊന്നും ഏത് പറയണില്ല നസ്സല പറയുന്നില്ല. തൗറാത്ത് പറയുന്നിടത്തൊക്കെ എന്താ പറയണത് അൻസല പറയണത്. അൻസല തൗറാത്ത വൽ ഇൻജീൽ എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ അൻസല പറയണത്. എന്നാൽ നസ്സല പറഞ്ഞത് ഏത് പറഞ്ഞിടത്ത് മാത്രമാണ് ഖുർആൻ പറഞ്ഞിടത്ത് മാത്രമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം നസ്സല പറഞ്ഞാൽ എന്താണ് അവതരിപ്പിച്ചു എന്നാണ്. അൻസല എന്ന് പറഞ്ഞാൽ എന്താണ് ഇറക്കി. രണ്ടും ഇറക്കലാണ്. അൻസലി ഇറക്കലാണ് നസ്സലി ഇറക്കലാണ്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് ഇറക്കണോട്. അൻസല പ്രയോഗിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒറ്റടിക്ക് ഇറക്കുന്നതിന് ഏത് പറയും അൻസല പറയും. അൻസല തൗറാത്ത വല്ല ഇഞ്ചീൽന അല്ലെ തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഇറക്കിയെന്ന. അതെന്താ കാരണം അൻസലാണ്. അൻസല എന്താ തൗറാത്ത് ഇഞ്ചീലൊക്കെ വന്നൊക്കെ അങ്ങനെയാണ് ഒറ്റടിക്കാണ്. മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വന്നിട്ടുള്ള ഒറ്റയടിക്കാണ്, ഒന്നിച്ചട കൊടുത്താണ്. എന്നാൽ ഖുർആൻ വന്നത് ഒറ്റയടിക്കാണോ? അല്ല. ഖുർആൻ വന്നത് എങ്ങനെയാണ്? എത്ര വർഷം കൊണ്ടാ? 23 വർഷം കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്, ഖുർആൻ വന്നിട്ടുള്ളത്. അപ്പൊ നസ്സല എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ധാരാളം പ്രാവശ്യമായി ഇറക്കുന്ന ഒരു അർത്ഥത്തിന്റെ സൂചന കൂടി ഇതിലുണ്ട്, നസ്സലയിലുണ്ട്. നസ്സല എന്താ അധികരിച്ച് ഇറക്കാന്നാ, ഒരുപാട് ഇറക്കാം. ഇപ്പൊ അള്ളാഹു നസ്സാൽ എന്ന് പറയും. അതുപോലെ തവ്വാബ് എന്ന് പറയും അല്ലേ. തവ്വാബ് എന്താ ഫഅൽ വസനാണ്. തവ്വാബ് എന്താ അള്ളാഹു തആല ധാരാളം തൗബ സ്വീകരിക്കുന്നവെന്നാ. അള്ളാഹു തആല അങ്ങേറ്റം തൗബ എപ്പോഴും നിരന്തരം തൗബ സ്വീകരിക്കുന്നത്. അപ്പൊ നസ്സല എന്ന് പറയാൻ എന്താ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഖുർആൻ അൻസല എന്ന് പറയാൻ കാരണം എന്താ അതേ സമയത്ത് ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഖുർആൻ ഒറ്റടിക്ക് അറിയിട്ടുള്ളൂ. അപ്പൊ അൻസലാണ്, അവിടെ നസ്സലല്ല. ഇത് ലൗഹുൽ മഹ്ഫൂദിലേക്ക് എത്തിയിട്ടാണ് പിന്നെ എവിടേക്കെത്തുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാം എടുത്തുകൊണ്ട് ഉൾക്കൊണ്ടിരുന്നത് ഭൂമിക്ക് കൊണ്ടിരുന്നത്. ഭൂമിക്ക് എത്തുമ്പോൾ നസ്സലാണ്. എന്നാൽ ഖുർആൻ ഒന്നാം ആകാശത്തിലേക്ക് ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇറക്കിയത് അൻസലയാണ്. അപ്പൊ ഖുർആനെ കുറിച്ച് മാത്രമാണ് നസ്സല എന്ന് പറയാനുള്ള കാരണം. അപ്പൊ നസ്സലൽ ഖുർആന അള്ളാഹു നസ്സല അലൈക നബിയെ നിങ്ങളുടെ മേൽ അള്ളാഹു തആല ഇറക്കിയിട്ടുണ്ട് അൽ കിതാബ ഈ കിതാബിനെ. ഇവിടെ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിതാബിനെ ഇറക്കിയെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അൽ കിതാബ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ അലിഫ്ലാം ഇട്ടെന്ന് പറയുന്നത് എന്താണ്? നബിയെ നിങ്ങളുടെ മേലിൽ ഇറക്കിയ കിതാബ് ഉണ്ടല്ലോ അത് അൽ കിതാബാണ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരിക്കൊരു കിതാബാണ്. അതാണ് കിതാബ്. കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ? ഖുർആനെ ഉള്ളൂ. മറ്റേക്ക് കിതാബാണോ? മറ്റേക്ക് കിതാബാണ്. പക്ഷെ ഏതല്ല? അൽ കിതാബല്ല. എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാത്തിനെയും ആവശ്യമായ ഒരു കണ്ടന്റ് ഒഴിവാക്കാത്ത എല്ലാ മാർഗദർശനങ്ങളുള്ള കിതാബ് ഏത് മാത്രമേ ഉള്ളൂ? അൽ കിതാബാണ്. അത് ഏതാണ്? ഖുർആനാണ്. അപ്പൊ ഖുർആനെ ഇവിടെ ഏത് പറയുന്നത്? അൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഗ്രന്ഥമാണ് ഏത്? ഖുർആൻ. അതുകൊണ്ടാണ് നസ്സല അലൈക കിതാബ എന്ന് പറയാതെ ഏത് പറഞ്ഞേ? അൽ കിതാബ എന്ന് പറയാനുള്ള കാരണം പറഞ്ഞ ഖുർആനിലെ ഓരോ പദത്തിനും എന്തുണ്ട്? അർത്ഥം ഉണ്ട്. ബിൽഹഖ് വളരെ വസ്തുനിഷ്ഠമായിട്ടാണ്, സത്യസന്ധമായിട്ടാണ്, നീതിയുക്തമായിട്ടാണ്. പിന്നെ അതിന്റെ അതിൽ പറയുന്ന എല്ലാ സംഭവങ്ങളും സത്യമാണ്, ഹക്കാണ്. അതിൽ തൗഹീദിന്റെ വിഷയങ്ങളുണ്ട്, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളുണ്ട്, താക്കീതുകളുണ്ട്. അതൊക്കെ എന്താണ്? ലവലേശം സംശയത്തിന് വിധേയമല്ല. അതൊക്കെ 100% എന്താണ്? ഹക്കാണ്, സത്യസന്ധമാണ്. ആ നിലക്കാണ് ഞങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത് ഖുർആൻ. നബിയെ അപ്പൊ എന്താ പറയുന്നത്? നബിക്ക് അള്ളാഹു തആല ഖുർആൻ ഇറക്കി. അതിലെന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതങ്ങനെ തന്നെ സംഭവിക്കും. അതിലെന്തും സംശയം വേണ്ട, ആർക്കും ഒരു സംശയം വേണ്ട. നമുക്ക് നമ്മളെ കാലത്ത് തോന്നും ഇതിപ്പോഴായിട്ടില്ലോ, ഇപ്പോഴല്ല സംഭവിക്കേണ്ടതെന്നും. പക്ഷെ അത് നമുക്ക് തോന്നാണ് അത് അതിന്റെ സംഭവിക്കേണ്ട സമയത്ത് എന്താണ് സംഭവിക്കേണ്ടത് അത് സംഭവിപ്പിക്കുന്നവനാണ് ആര്? അള്ളാഹു. അപ്പൊ അതിൽ പറഞ്ഞ എല്ലാം ഹക്കാണ്, അത് അതിന്റെ സമയത്ത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയാണ് മുഅ്മിന്റെ ബാധ്യത. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി അതിന്റെ മുന്നിലുള്ള ഒന്നിനെ അത് വാസ്തവമാക്കുന്ന നിലയിലാണ്.
മുസദ്ദിഖ് എന്ന വാസ്തവം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ വന്നതോടുകൂടി തൗറാത്തിനെ ഇഞ്ചീലിനെ തള്ളിയിട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എന്താ? തൗറാത്തിലുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടല്ല ഖുർആൻ വന്നിട്ടുണ്ട്. തൗറാത്തിൽ എന്താ പറയുന്നത്, ഇഞ്ചീൽ എന്താ പറയുന്നത്, അതൊക്കെ സത്യസന്ധമാണ്, അതൊക്കെ സത്യസന്ധമാണ്. പക്ഷെ അതിന്റെ പരിപൂർണതയാണ് ഏത്? ഖുർആൻ. അപ്പൊ മുസ്ലിം സമൂഹം ആരെ തള്ളുന്നില്ല? മൂസാ നബിയെ തള്ളുന്നില്ല, അല്ലെങ്കിൽ ഈസാ നബിയെ തള്ളുന്നില്ല. അതേസമയത്ത് ക്രിസ്ത്യൻസ് ആരെ തള്ളുന്നുണ്ട്? മൂസാ നബിയെ തള്ളുന്നുണ്ട്. ജൂസ് ആരെ തള്ളുന്നുണ്ട്? ക്രിസ്ത്യൻസിനെ തള്ളുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളുന്നുണ്ട്. കാരണം എന്താണ്? അവര് ഈ ഗ്രന്ഥത്തെ തള്ളുന്നത്. അതേസമയത്ത് ഖുർആൻ എന്ത് ചെയ്യുന്നില്ല? ആരെയും നിഷേധിക്കുന്നില്ല. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഖുർആൻ ഉള്ളത്. വഅൻസൽ തൗറാത്ത വൽ ഇൻജീൽ, തൗറാത്തിനെയും ഇൻജീലിനെയും അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. മിൻ ഖബ്ലു, ഇതിന്റെ മുമ്പ്. അപ്പൊ മുമ്പുള്ള എല്ലാ ഗ്രന്ഥത്തിനും അംഗീകരിച്ചിട്ട് തന്നെയാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ മുമ്പുള്ള ഗ്രന്ഥത്തിൽപ്പെട്ടാണ് തൗറാത്തും ഇഞ്ചീലും. ഹുദൽ ലിന്നാസ്, അതും ജനങ്ങൾക്ക് എന്താണ്? മാർഗദർശനമാണ്. അതിലൊരുപാട് വഴികളുണ്ട്. ശരിക്ക് തൗറാത്തും ഇഞ്ചീലും പഠിച്ച ഒരാൾക്ക് ഏതിലേക്ക് എത്താൻ കഴിയും? ഖുർആനിലേക്ക് എത്താൻ കഴിയും. തൗറാത്തിലും ഇഞ്ചീലും എന്തുണ്ട്? മാർഗദർശനമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അബ്ദുല്ലാ ബിൻ സലാം ഒക്കെ എന്താണ് അല്ലെ, തൗറാത്ത് പഠിച്ച പണ്ഡിതനാണ്. അന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് യഹൂദരിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനായ സഹാബിയാണ് അബ്ദുല്ലാ ബിൻ സലാം. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ റസൂലാണ് പറഞ്ഞു. നോക്കൂ, അദ്ദേഹം തന്നെ റസൂൽ ഇസ്ലാം സ്വീകരിച്ച ഉടനെ എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ റസൂലിന്റെ തിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യഹൂദരെ വിളിച്ചിട്ട് അവർക്കിടയിൽ എനിക്കുള്ള സ്ഥാനം നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കി എന്ന് പറഞ്ഞു. അവരെന്നെ പറ്റി പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റി നിർത്തിക്കോളി, എന്നിട്ട് യഹൂദരെ വിളിക്ക്, എന്നിട്ട് എന്ത് ചെയ്യുക? അവരോട് ജൂതരെ വിളിച്ചിട്ട് എന്നെ കുറിച്ചുള്ള ഒരു സ്ഥാനം അവരോട് നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹു സ്വലാമിനെ ഇസ്ലാം സ്വീകരിച്ചതിന് ചെയ്തു. അബ്ദുല്ലാഹു സ്വലാം ഇസ്ലാം സ്വീകരിച്ച എങ്ങനെയാണ്? ഒരു പ്രവാചകനാണെങ്കിൽ തിരിച്ചറിയേണ്ട കുറെ വിശേഷണങ്ങൾ തൗറാത്തിലുണ്ട്. വെറുതെ മണ്ടി പോയി കണ്ട് റസൂലുള്ളാഹി സ്വീകരിച്ചല്ല. ആ ലക്ഷണം നോക്കിയിട്ട് റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്യാറുണ്ട്. നബിതങ്ങൾ കൂടെ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു, ഇതിന് മറുപടി പറഞ്ഞാൽ നിങ്ങൾ പ്രവാചകനാണ്. കാരണം ഒരു പ്രവാചകനല്ല അതിന് മറുപടി പറയാൻ കഴിയില്ല. അങ്ങനെ അതിന് മണിമണിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, മറുപടി പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ലെവലേശ സംശയമില്ല ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ടാണ് അവർ പറഞ്ഞത്, ജൂതർക്കിടെ എന്റെ സ്ഥാനം മനസ്സിലാക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് മാറ്റി നിർത്തി അവരൊന്നോട് ചോദിച്ചു നോക്ക് എന്ന് ചോദിച്ചു നോക്കി നബിയെ എന്ന് പറയണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റി നിർത്തി ജൂതർ വന്നപ്പോൾ അവരോട് ചോദിച്ചു. അപ്പൊ അവരെന്ത് പറഞ്ഞത്? ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല മഹാനാണ് അബ്ദുല്ലാഹി സ്വലാം, അദ്ദേഹത്തിന്റെ പിതാവും വലിയ പണ്ഡിതനാണ്, അവര് പാരമ്പര്യമായിട്ട് തന്നെ പണ്ഡിത കുടുംബമാണ്, അങ്ങനെ അവസാന വാക്കാണ്, അദ്ദേഹം അത്രയും വലിയ ആത്മീയാണ്, നല്ല മഹാനായ പണ്ഡിതാണെന്നൊക്കെ വിശേഷിപ്പിച്ച് പറഞ്ഞു. അപ്പൊ റസൂൽ ചോദിച്ച്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് കിടന്ന് എന്ത് ചെയ്ത് തിരിഞ്ഞളിച്ചാണ്, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കൂല എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ റസൂൽ എന്ത് ചെയ്തു? ഇബ്നു ഇസ്ലാമിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അതാ അബ്ദുല്ലാഹി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അത് അപ്പൊ എന്താ കാരണം? മുൻകബൽ ഹുദൽ ലിന്നാസ്, ഇതിന്റെ മുമ്പുള്ള തൗറാത്തുൽ ഇഞ്ചീലൊക്കെ എന്തുണ്ട്? ഖുർആനെ കുറിച്ചും റസൂലിനെ കുറിച്ചും വളരെ വ്യക്തമായ സൂചനയുണ്ട്. ഇവർക്ക് എത്രത്തോളം അറിയോ? ഒരു തൗറാത്തും ഇഞ്ചീലും പഠിച്ച ഒരാൾക്ക് സ്വന്തം മക്കളെ മനസ്സിലാക്കണ പോലെ ആരെ മനസ്സിലാക്കാം? റസൂലിനെ മനസ്സിലാക്കാം. മക്കളെ ആർക്കെങ്കിലും അറിയാതിരിക്കോ? നമ്മളിപ്പോ എവിടെയും പോയി വന്ന് 5-6 കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ മോനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ മോനാണെന്ന് വേഗം മനസ്സിലാവും അല്ലേ? കാരണം മക്കളെ ആർക്കാ അറിയാതിരിക്കുക? മക്കളെ ആർക്കും സംശയം ഇതിന്റെ മോനെ അല്ലെ? നമ്മളിപ്പോ അങ്ങാടി പോയി തിരിച്ചു വന്നാല് വീട്ടിലെത്തോ ഇതിന്റെ മോനാണ്, അങ്ങനെ സംശയം നമുക്ക് ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. അതേ ഖുർആൻ അവരെ പറ്റി ആകെ ഉദാഹരണം പോലെ അങ്ങനെയാണ്. സ്വന്തം മക്കളെ അറിയണ പോലെ അവർക്ക് ആരറിയാം? സുബ്ഹാനല്ലാഹ്. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു തൗഫീഖാണ്. അത് അല്ലാഹു തആല തരുന്നു. അല്ലാഹു തആല നേരത്തെ തരട്ടെ. വഅൻസലൽ ഫുർഖാൻ, അല്ലാഹു തആല പറയാണ്, അതേപോലെ തന്നെ ഫുർഖാനെ ഇറക്കിയിട്ടുണ്ട്. ഫുർഖാൻ ഏതാണ്? പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആന് ഫുർഖാൻ എന്ന് പറയാൻ കാരണം എന്താ? ഫുർഖാൻ എന്ന് പറഞ്ഞ ഫറഖാൻ എന്താ? വേർതിരിക്കുക, സത്യത്തിനെയും അസത്യത്തിനെയും വേർതിരിക്കുന്ന. ബദറിന്റെ യൗമുൽ ഫുർഖാൻ, സത്യം അസത്യം അവിടെ എന്ത് ചെയ്തു? 2 പാർട്ടായി മാറി.
എല്ലാ ഗ്രന്ഥങ്ങളും ഫുർഖാനാണ്. പക്ഷെ ഖുർആന് പ്രത്യേക ഒരു പേരുണ്ട്. ഏത്? ഫുർഖാൻ. എല്ലാ ഗ്രന്ഥവും ഫുർഖാനാണ്. തൗറാത്തും ഫുർഖാനാണ്, ഇഞ്ചീലും ഫുർഖാനാണ്. പക്ഷെ അതേ സമയത്ത് ഖുർആൻ എന്താണ്? അത് ഫുർഖാനാണ്. ഖുർആൻ ഫുർഖാൻ, പ്രത്യേകിച്ച് ഖുർആൻ ഫുർഖാനാണ്. എന്താണ് എല്ലാ തൗറാത്തിൽ വന്ന കൺഫ്യൂഷൻസ്, ഇഞ്ചിയിൽ വന്ന മറ്റൊരു ഗ്രന്ഥങ്ങൾ വന്ന എല്ലാത്തിനെയും സത്യവും അസത്യവും വേർതിരിക്കുന്ന പണിയിലുണ്ട്, ഖുർആനിലുണ്ട്. ഇന്നല്ലദീന കഫറു ബി ആയാത്തില്ല. നിർത്തട്ടോ, ഇത് കഴിഞ്ഞു. ഇന്നല്ലദീന കഫറു ബി ആയാത്തില്ല. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ആയാത്തുകളെ കൊണ്ട് നിഷേധിക്കുന്ന ആളുകൾ ലഹും അവർക്കുണ്ട് അദാബുൻ ശദീദുൻ ശക്തമായ ശിക്ഷയുണ്ട്. വല്ലാഹു അസീസുൻ ദുൻതിക്കാം. അള്ളാഹ്ക്ക് ശിക്ഷിക്കാൻ കഴിയും. ശിക്ഷ ഉണ്ട് എന്നുണ്ട്. എന്താ പറയുന്നത്? അള്ളാഹു തആലയാണ് അസീസാണ്. അസീസാണ് എന്താ? പ്രതാപിയാണ് എന്ന് പറയുന്നത് എന്താ തീരുമാനിച്ചാൽ ചെയ്യാൻ കഴിയും. പിന്നെ അള്ളാഹു തആല പറയും ദുൻതിക്കാം ആണ്. ദുൻതിക്കാം എന്ന് പറയാൻ എന്താ? മുൻതഖിം. അള്ളാഹുവിന്റെ നാമമാണ്. ഏത്? മുൻതഖിം. മുൻതഖിം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? മുൻതഖിം എന്ന് പറയാൻ എന്താണ്? ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവർ. പക്ഷെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്ന എല്ലാവരും മുൻതഖിമല്ല. അനീതിക്കെതിരെ നടപടി സ്വീകരിക്കുന്നവനാണ് ആര്? മുൻതഖിം. നമ്മൾ വെറുതെ ഒരാളെ പീഡനം ശിക്ഷിക്കുന്ന ആൾക്ക് ഇത് പറയില്ല മുൻതഖിം. അനീതിക്കെതിരെ നിലപാടെടുക്കുന്നവനാണ് ആര്? മുൻതഖിം. അല്ലാഹു തആല മുൻതഖിമാണ്. കാരണം അവിശ്വാസികൾ ചെയ്യുന്ന അനീതിയാണ്. അവർക്കെതിരെ നിലപാടെടുക്കുന്നവനാണ് ആര്? അള്ളാഹു. അപ്പൊ നമുക്ക് മുൻതഖിമാകാൻ പറ്റും. അള്ളാഹുവിന് എല്ലാ സ്വഭാവവും നമുക്ക് കിട്ടും. നമുക്കും മുൻതഖിമാകാം. അങ്ങനെ മുൻതഖിമാവാ. അനീതിക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം? നിലപാടെടുക്കണം. സ്വന്തം ആൾ അനീതി ചെയ്താൽ അതിനെതിരെ എന്ത് ചെയ്യണം? അത് വിയോജിപ്പുണ്ടാകണം. നമ്മളാളല്ല, അപ്പൊ അനീതി ആയിക്കോട്ടെ, കുറച്ച് പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മളെ പാർട്ടിയല്ല, കുറച്ചൊക്കെ അനീതി ആവാം എന്ന് പറയുമ്പോൾ നമ്മൾ ആരാവൂല? മുൻതഖിമാവൂല. മുൻതഖിമായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അനീതി കണ്ടാൽ എന്ത് ചെയ്യണം? ഞാൻ ആവശ്യം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനോട് അഭിപ്രായം പറഞ്ഞുകൊണ്ടെങ്കിലും വിയോജിപ്പെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു മിനിമ ഇമാവനെങ്കിലും നമുക്കുണ്ടെങ്കിലാണ് നമ്മൾ ആരാകുക? മുൻതഖിമാകാം. അല്ലാഹു തആല ആരാണ്? ദുൻതിക്കാം. അല്ലാഹു തആല മുൻതഖിമാണ്. അനീതിക്കെതിരെ നടപടി എടുക്കും. അപ്പോ അള്ളാഹുവിനുള്ള റസൂലുള്ളാഹിയുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ എന്ത് ചെയ്യും? ദിശാ നടപടി അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. നമ്മൾ പറഞ്ഞു നിൽക്കട്ടെ. എല്ലാം അല്ലാഹു തആല സ്വലി അമലാക്കി സ്വീകരിക്കട്ടെ.